നമ്മുടെ ബിസിനസ്സൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ടല്ലോ. വെട്ടുകൊണ്ട് കിടന്നപ്പോ അവിടെ കൊണ്ടുവന്ന് കണക്കൊന്നും കാണിക്കാത്തതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിച്ചോളാം. ഓ, അപ്പൊ ചത്തൂന്ന് കരുതിയ പാമ്പ് വീണ്ടും പത്തി വിടർത്തി തുടങ്ങിയല്ലേ? അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്നുകൊണ്ട് സംസാരിച്ചാലോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. സച്ചിയായിട്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴായാലും ഒറ്റയ്ക്ക് പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അമ്മയെ ശിശിരയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയാൽ മതി. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? സച്ചിക്ക് മനോനില തെറ്റിയതുപോലെയാണ് ഇപ്പൊ പെരുമാറുന്നത്. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ സമൃദ്ധയെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട അയാൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. സാരമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. വണക്കം മേഡം. എന്താ മേഡം ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന? ഞാൻ പ്രേതമൊന്നുമല്ല. വേണമെങ്കിൽ തൊട്ടുനോക്കാം. അതല്ല രാജീവ്, ഇത്ര പെട്ടെന്ന്, അതും ഈ ഒരു വേഷത്തിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയല്ലേ? എന്നെ കാണുമ്പോ എന്തായാലും മേഡം ഒന്ന് ഞെട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അതിന്റെ വിഷ്വൽ ബ്യൂട്ടി ഒന്ന് കൂട്ടാൻ ഈ യൂണിഫോം കൂടെ ഉണ്ടെങ്കിൽ സംഗതി പൊളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നന്നായിട്ടുണ്ട്. ആ, കുറച്ചു നാളിന് ശേഷം രാജീവിനെ ഈ യൂണിഫോമിൽ കാണുമ്പോ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഉവ്വേ, സന്തോഷം എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. രാജീവ് വീണ്ടും ജോയിൻ ചെയ്തോ? ഹേ, ഇല്ല. പക്ഷെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ സഹായിച്ചവരെയും പിന്നിൽ നിന്ന് കുത്തിയവരെയും നമ്മുടെ മുഖ്യ ശത്രുക്കളെയും, സോറി എന്ന് വെച്ചാൽ മുഖ്യമായി കാണേണ്ട ബന്ധുക്കളെയും, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാവരെയും ഒന്ന് കണ്ട് അനുഗ്രഹവും വാങ്ങിച്ചിട്ട് തുടങ്ങാന്ന് കരുതി. എനിക്കൊന്ന് കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആള് അവന്തിക മേഡം അല്ലേ? അതുകൊണ്ട് തന്നെ ആദ്യം അവന്തിക മേഡത്തിന്റെ അനുഗ്രഹവും വാങ്ങിച്ചിട്ട് തുടങ്ങാന്ന് കരുതി. ഞാനിപ്പോഴും രാജീവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി വെച്ച് കണ്ടപ്പോഴും പിന്നെ വീട്ടിൽ വന്നപ്പോഴും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് രാജീവിന് സുഖാവണേന്ന്. പിന്നെ അതെനിക്കറിയില്ലേ? ആ പ്രാർത്ഥന കൊണ്ടാണല്ലോ ഞാൻ ഈ കോലത്തിലായത്. അല്ല, എനിക്ക് പെട്ടെന്ന് സുഖമായെന്ന് പറയായിരുന്നു. കുറച്ചുനാള് കട്ടിൽ ഒരേ കിടപ്പായത് കാരണം കാര്യങ്ങളൊന്നും വിശദമായിട്ട് അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ അവന്തിക മേഡം നല്ലതുപോലെ നോക്കൂന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എന്റെ ഉത്തരവാദിത്തം മറക്കാൻ പാടില്ലല്ലോ. മനസ്സിലായില്ല? ഇതിലെത്ര മനസ്സിലാക്കാൻ തിരിക്കുന്നു? കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ? എന്നാലും നമ്മൾ പാർട്ട്നേഴ്സ് ആകുമ്പോൾ അന്വേഷിക്കണ്ടേ? നമ്മുടെ ബിസിനസ്സൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ടല്ലോ. വെട്ടുകൊണ്ട് കിടന്നപ്പോ അവിടെ കൊണ്ടുവന്ന് കണക്കൊന്നും കാണിക്കാത്തതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ ഇനി
കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിച്ചോളാം. ഓ, അപ്പൊ ചത്തൂന്ന് കരുതിയ പാമ്പ് വീണ്ടും പത്തി വിടർത്തി തുടങ്ങിയല്ലേ? അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്നുകൊണ്ട് സംസാരിച്ചാലോ? പാർട്ണേഴ്സ് തമ്മിൽ എപ്പോഴും തുല്യരായിരിക്കണം. സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണം. യൂണിഫോമിലാണെന്ന് കരുതി വലിയ ബഹുമാനമൊന്നും വേണ്ട. ഇരിക്കും മേഡം, ഇരിക്കേ. എന്താണ് രാജീവിന്റെ വരവിന്റെ ഉദ്ദേശം? നമ്മൾ തമ്മില് വേറെ ചില കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, അതൊക്കെ മറന്നോ? എന്ത് കൊടുക്കൽ വാങ്ങൽ? എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ഇടപാടുമില്ല. വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടുപോയി രാജീവിന്റെ തലയൊന്ന് റിപ്പയർ ചെയ്യാൻ നോക്ക്. അപ്പോ ചെറുതായിട്ടൊരു വെളിച്ചം വരും. അത് കൊള്ളാം. അപ്പോ എന്റെ കാര്യം മറന്നോ? ഒരു 45% എന്റെ പേരിൽ എഴുതുന്ന ആ ഷെയർ അഗ്രിമെന്റ്, അതൊന്നും അവന്തിക മേഡത്തിന് ഓർമ്മയില്ലേ? അന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്ന വഴിക്കാ എനിക്ക് വെട്ടുകൊണ്ട് ഞാൻ ആശുപത്രിയിലാവുന്നത്. അവന്മാരുടെ പണി നല്ല ഉഗ്രം പണിയായിരുന്നു. ഇത്രയും നാൾ എന്നെ കിടത്താൻ പറ്റിയില്ലേ? ഇപ്പൊ ലാഭവിഹിതത്തിന്റെ കാര്യം മേഡത്തിന് മനസ്സിലായി കാണുമല്ലോ. ഓ, അതാണോ കാര്യം? ആ, ലാഭവിഹിതം നേരിട്ട് വാങ്ങാൻ വന്നതായിരിക്കും. അല്ല, ഈ കിട്ടിയ ലാഭമൊന്നും പോരെ? ഇനിയൊരു ലാഭം കൂടി വാങ്ങാന്ന് വെച്ചാ രാജീവിനത് താങ്ങില്ല. അത് ശരി. അപ്പോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ? മടം, പാർട്ണേഴ്സിനോട് കുറച്ചൊക്കെ ബഹുമാനമാവാം. പോലീസുകാരൻ എപ്പോഴും പോലീസുകാരനല്ലേ? ഈ കാക്കിയുടെ ബലം എന്താണെന്ന് മേഡത്തിന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. 2 ബുള്ളറ്റ് നഷ്ടപ്പെട്ടൊരു തോക്കും കുറച്ച് എല്ലും കഷ്ണങ്ങളും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട്. അത് മറക്കണ്ട. രാജീവനെ ഭീഷണിപ്പെടുത്താണോ? അല്ലെങ്കിലും രാജീവിന്റെ ഓഹരിയൊക്കെ നെല്ലിശ്ശേരിയുടെ ചവറുകൂനയിൽ എപ്പോഴേ എരിഞ്ഞു തീർന്നു. ഇപ്പൊ ഈ യൂണിഫോം ഇട്ട് ജോലിയിൽ തിരിച്ചു കയറിയെന്ന് കരുതി വീണ്ടും ആ കണക്ക് പുസ്തകം തുറക്കാന്ന് വിചാരിക്കണ്ട. അവന്തിക മേഡം ഇപ്പോഴും പഴയ അവന്തിക മേഡം തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഞാൻ കുറച്ചൊന്ന് മാറി. തീർക്കാനുള്ള കണക്കുകളൊക്കെ കൃത്യമായി തീർത്ത് വാങ്ങാനുള്ള ഓഹരികളൊക്കെ കൃത്യമായിട്ട് വാങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം. സച്ചി അർച്ചനയും നിന്റെ ഈ നെല്ലിശ്ശേരി തറവാടിന്റെ ഇരുണ്ട ചിത്രമൊക്കെ ഈ യൂണിഫോമിന്റെ ഉള്ളിൽ എന്റെ തലയ്ക്കകത്ത് നല്ല ബോധ്യമുണ്ട്. ഒരു വട്ടം കൂടി ആ ഫയലുകളൊന്ന് പൊടിതട്ടി എടുത്താലോ എന്ന് ഞാനൊന്ന് ആലോചിക്കുക. രാജീവേ, ഇവിടെ വന്നത് ഈ യൂണിഫോമിന്റെ പവർ കാണിക്കാനാണെങ്കിൽ അതങ്ങ് സ്റ്റേഷനിൽ ചെന്ന് കാണിച്ചാ മതി. എന്നോട് വേണ്ട. അവന്തിക മാഡം, ഇതൊരു ചീട്ടുകൊട്ടാരമാണ്. നല്ലതുപോലൊരു കാറ്റ് വീശിയ തകർന്നങ്ങ് വീഴും.